നമസ്കാരം. ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്തി തരാം. വളരെ ചെറിയൊരു സമയം കൊണ്ട് കുറഞ്ഞൊരു സംഭവങ്ങൾ നിങ്ങളെ വെറുപ്പിക്കാണ്ട് പറഞ്ഞുതരാം. കാരണം ഇതിപ്പോൾ നാളെയും മറ്റന്നാളും മാത്രമേ ഇവിടെ കാണൂ. കാരണം ഇത് 2-3 സ്കൂളിലൊക്കെ ഉള്ളതാണ്. അവരെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ഏൽപ്പിച്ച പ്രകാരം നമ്മൾ എടുത്തു വെച്ചതാണ്. അപ്പം നമ്മളിത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമുക്കിത് കാണാൻ കഴിയും. പിന്നെ നമ്മൾ അവരെ നമ്പർ നമ്മളെ കയ്യിലുള്ളതും കൂടി പോയി നോക്കൂ. എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, അവരെ സംരക്ഷിക്കുന്നുണ്ടോ ഉള്ളത് നമ്മൾ നോക്കൂ. ആർക്ക് കൊടുത്താലും ഇപ്പോൾ പല സ്കൂളുകൾക്കും കൊടുക്കാനുള്ളതാണ്. ഇതൊക്കെ എന്താണെന്നറിയോ നിങ്ങൾ? ഇതിൻ്റെ ഔഷധ ഗുണമൊക്കെ അറിയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളെ നാട്ടിലും വീട്ടിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കും. കരിനച്ചി എന്ന് പറയും. ഇതിപ്പോൾ കരിനച്ചിയാണ്. ഈ കരിനച്ചിൻ്റെ വായ്പുണ്ണ് ഉദര സംബന്ധമായിട്ടുള്ള പല രോഗങ്ങൾക്കും ഒന്നുമില്ലാതെ ഇതിൻ്റെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഇല എടുക്കുക. ഇതുകൊണ്ട് നല്ല കേക്ക് കഴിക്കാൻ ശേഷം നമ്മൾ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നതാണ് കരിനച്ചി. വായ്പുണ്ണിനൊക്കെ നല്ല, ഉദര സംബന്ധമായ പല രോഗത്തിനും ഇത് നല്ല. ഇതിൻ്റെ നീര് ഇതൊന്ന് എങ്ങനെയെങ്കിലും വയറ്റിലെത്തിയാൽ മതി. ഒരു 5-6 ഇല എടുത്തിട്ട് നമ്മൾ നീര് പല രീതിയിലാക്കാം. കഷായം വെച്ച് കഴിക്കുക, അല്ലാണ്ട് കഴിക്കുക, എങ്ങനെയെങ്കിലും നമ്മൾ വയറ്റിലെത്തി കഴിഞ്ഞാൽ ഇതേ രീതിയിൽ. അപ്പോൾ എരുക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഓക്കെ. എരുക്ക് എന്ന് പറയുമ്പോൾ എന്താ അറിയുമോ, ഇത് വാദസംബന്ധമായും പിത്തസംബന്ധമായും ഒക്കെ ഉള്ള വേദനകൾ ഉണ്ടാവും. ഈ എരുക്കിൻ്റെ ഇല കഷായം വെച്ച് കഴിക്കുക, തേപ്പിടാൻ പറ്റും. ഇതുകൊണ്ട് തന്നെ ഇത് ചൂടാക്കിയിട്ടൊക്കെ ക്രീമായിട്ടൊക്കെ ഉപയോഗിക്കാം, പല രീതിയിൽ ഉപയോഗിക്കാം. അതേ രീതിയിൽ തന്നെ ആടലോടകം നമ്മൾ എന്താ അറിയുമോ, അലർജി, ശ്വാസം മുട്ട്, അങ്ങനെ കഫക്കെട്ട് ഇത് സംബന്ധമായിട്ടുള്ളതിനൊക്കെ ഇതിൻ്റെ ഇല നീരെടുത്തിട്ട് കഴിക്കുക, ഉണക്കി കഴിക്കുക, സമൂലം കഷായം വെച്ച് കഴിക്കുക, അതിനൊക്കെ നല്ലതാണ്. ഇതേതാണ് പൂവാങ്കുറുന്തൽ, മുയൽച്ചെവിന്, അതൊക്കെ പിന്നെ ദശപുഷ്പത്തിൽ പെടുന്നതാണ്. പൂവാങ്കുറുന്തൽ, കഞ്ഞെണ്ണ, ഇങ്ങനെ പല സാധനം. ചെറുപൂളൊന്നും ചെറുതല്ല. കാരണം ഇതൊന്നും നമ്മൾ വെറുതെ ആയിട്ട് കാണരുത്. ദശപുഷ്പത്തിലെ പ്രധാന മരുന്നാണ് അതൊക്കെ നമ്മൾ അല്ലാണ്ട് തന്നെ അമ്പലങ്ങളിലൊക്കെ കർമ്മങ്ങൾക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളുമാണ് ഇത് വെച്ച്. ഇതാ മുറിയൂട്ടിയോ പറഞ്ഞാൽ ചെറിയ മുറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് തേച്ച് കഴിഞ്ഞാൽ ആ മുറി കാണുകയും കൂടില്ല. ഈ സംഭവം തന്നെ ഇതാ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പരിങ്ങി നടക്കേണ്ടത് ആ കളയായിട്ടുണ്ടാകുന്നത്. അതാ പൂവാങ്കുറുന്തൽ കണ്ടോ, ഇതാ മുക്കുറ്റി. ഇതൊക്കെ പറഞ്ഞാൽ എന്താ ദശപുഷ്പത്തിലെ ഔഷധമാണല്ലോ മുക്കുറ്റി, പൂവാങ്കുറുന്തൽ. അതുകൊണ്ട് തന്നെ കഞ്ഞെണ്ണ, കയ്യൂന്നി, ഭൃംഗരാജ, കേശവർദ്ധന എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇവരൊക്കെ ദശപുഷ്പത്തിലെ അടങ്ങിയിരിക്കുന്ന ഔഷധങ്ങളാണ്. നല്ല ഉപകാരപ്രദമായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ വീഡിയോകൾ ഓരോന്നായിട്ടുള്ള കാണാൻ വേണ്ടി അടുത്ത വീഡിയോയിൽ ഞാൻ അങ്ങനെ വരും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.